സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഇരിങ്ങൽ വില്ലേജ് ഓഫീസർ നമ്മുടെ അഭിയേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എഴുത്തുകാരൻ ബിജുവേട്ടൻ, പിന്നെ നമ്മുടെ സുഹൃത്ത്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് മൊകേരിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായ ജയേഷേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആദ്യമായി MBBS കരസ്ഥമാക്കിയ അനശ്വര പ്രേം, കഴിഞ്ഞ വർഷം SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആര്യ ലക്ഷ്മി, ശ്രേയ ഗിരീഷ്, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് സനൂപിനെ ക്ഷണിക്കുന്നു. സാംസ്കാരിക സദസ്സിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനായി ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സനൂപ് KV ക്ഷണിക്കുന്നു. യുവതയുടെ 2024 ഗ്രാമോത്സവം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ഇരിങ്ങൽ വില്ലേജ് ഓഫീസർ, നമ്മുടെ സ്വന്തം അഭിയേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസർ അഭിലാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ നാട്ടുകാരെ, ഉദ്ഘാടനം എന്താണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും നമ്മുടെ നാടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ വില്ലേജ് ഓഫീസറിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ചടങ്ങിൽ ഇത്രയും വലിയൊരു പദവിയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. എന്തായാലും അതിന് അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇപ്പം ഏത് പരിപാടി ആയാലും ഇതുപോലത്തെ കൂട്ടായ്മ എന്ന് വെച്ചാൽ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒന്നിച്ചൊരു വേദിയിൽ മുന്നിലിരിക്കുക. നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജിൽ ഇത്രയും വലിയ പരിപാടിയുള്ള സമയത്ത് ഇത്രയും ആൾക്കാർ നമ്മുടെ മുന്നിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പരിപാടിയുടെ ഒരു കൂട്ടായ്മനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നമ്മുടെ പരിപാടി എനിക്ക് ഇഷ്ടംപോലെ പരിപാടികൾ നടത്താറുണ്ട്, അതുകൊണ്ട് അത് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. യുവഹൃദയയുടെ ഗ്രാമോത്സവം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അംഗീകാരമാണ്. അത് നൽകുവാനായി പ്രിയപ്പെട്ട VK ബിജു അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാനായി ശ്രേയ ഗിരീഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രേയ ഗിരീഷ് നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മുടെ പ്രതിഭകളെ, നമ്മുടെ യുവതയുടെ ആദരവ് നൽകുകയാണ്. അടുത്തതായി പ്രിയപ്പെട്ട ആര്യലക്ഷ്മി, SSLC പരീക്ഷയിൽ ഉന്നത വിജയി, അത് നൽകുവാനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലബ്ബ് അംഗവും അതുപോലെ തന്നെ മൊകേരി കോളേജ് പ്രൊഫസർ കൂടിയായിട്ടുള്ള VK ജയേഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ നാടിൻ്റെ ആദരം ഏറ്റുവാങ്ങാനായി ശ്രീ ബിജു വിക്കിയെ ക്ഷണിക്കുന്നു. ഒരു അതുല്യ കലാപ്രതിഭ ആയിരുന്ന ഇരിങ്ങൽ നാരായണിയുടെ ജീവിത ചരിത്ര ഗ്രന്ഥത്തിലൂടെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ചരിത്രം രചിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിജുവേട്ടൻ, നമ്മുടെ നാട്ടിലെ കലാസമിതികളുടെ ചരിത്രം നിറഞ്ഞ മഹാഗ്രന്ഥം കൂടിയായ
ആ പുസ്തകം നാടകത്തിലൂടെ നാടിനെ അറിയുവാൻ പുറപ്പെട്ട ഒരു മുൻ തലമുറയുടെ നോവും കണ്ണുനീരും ചിരിയും ചിന്തയും എല്ലാം നേരിട്ടറിഞ്ഞും അഭിമുഖം നടത്തിയും കേട്ടറിവിന്റെ നേര് തികഞ്ഞുകൊണ്ട് എഴുതിയ ഗ്രന്ഥം 5 വർഷത്തോളം എഴുത്തിന്റെ വഴിയിൽ ശ്വാസം മുട്ടിയും വീണ്ടും തെളിഞ്ഞും എഴുതിയ ഒരു പഠന പുസ്തകം എരിങ്ങൽ നാരായണി അരങ്ങിൽ മറന്ന ജീവിതവും നാടിന്റെ നാടക ചരിത്രവും എന്നുള്ള ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മുഖപ്രസംഗത്തിൽ ഏറെ ശ്രദ്ധയാർഹിക്കുന്ന വാചകങ്ങളാണ്. നാടിനെ മാറ്റിയെടുത്ത ആ ത്യാഗനിർഭരമായ കാലത്തിന്റെ മിടുപ്പുകൾ ഇതിൽ നിന്നും നിങ്ങൾക്കറിയാനായാൽ, നാടിന്റെ നാടകത്തിന്റെയും ഓർമ്മകളിൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒന്ന് തൊടാനായാൽ, ഇനിയുള്ള ചേർക്കലുകളുടെ അനേകം അരങ്ങിലെ ഓർമ്മകളിൽ ഒന്നെങ്കിലും അരികിലേക്കും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രയാണം എന്നെ സാർത്ഥമാക്കും. പ്രിയപ്പെട്ട ബിജുവേട്ടനെ യുവഹൃദയ ഗ്രാമോത്സവം 2024 വേദിയിൽ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി ബിജുവേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് നൽകുവാനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസർ, ഞങ്ങളുടെ പ്രിയ സുഹൃത്തു കൂടിയായ അഭിലാഷ് പള്ളിക്കയിലെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി അനശ്വര പ്രേമൻ, സ്കൂൾ വിദ്യാഭ്യാസം പോഡർ ഇന്റർനാഷണൽ സ്കൂൾ ബോംബെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ച് +1 +2 കാലഘട്ടം ഗോകുലം പബ്ലിക് സ്കൂൾ വടകരയിൽ, പിന്നീട് 1 വർഷം എൻട്രൻസ് കോച്ചിങ്ങിനായി ബ്രില്യൻസ് പാലയിലും 2019 മെറിറ്റിൽ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിൽ കോഴ്സ് ആരംഭിക്കുകയും അത് പൂർത്തീകരിച്ച് അതേ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന നാടിന്റെ ഏറ്റവും വലിയ ആദരവ് ഏറ്റുവാങ്ങുന്നു പ്രിയപ്പെട്ട അനശ്വര പ്രേം. നാട്ടിൽ ഇല്ല എങ്കിലും അതേ ഖേദത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയും സ്വന്തം അച്ഛൻ ആ പുരസ്കാരം ഏറ്റുവാങ്ങും. അതിനായി പ്രിയപ്പെട്ട പ്രേമേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യുവഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗ്രാമോത്സവം 2024 വേദിയിലേക്ക് അത് നൽകുവാനായി പ്രിയപ്പെട്ട ജയേഷ് വി കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഈ മഹത്തായ ചടങ്ങിന്റെ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ നാടിന്റെ ഗ്രന്ഥകാരൻ കൂടിയായിട്ടുള്ള വി കെ ബിജുവേട്ടനെ പ്രത്യേകം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സനോപ്, ഈ യുവഹൃദയയുടെ ഭാരവാഹികളെ, ഇവിടെ അനുമോദിക്കപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ശ്രീ അഭിലാഷ്, ജയേഷ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം നമ്മുടെ ഒരു കഴിവിനെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം സ്ഥലത്ത്, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ സ്നേഹഭാജനങ്ങൾക്കിടയിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം, അതിന് സിദ്ധിച്ചതിന്, അതിന് നേതൃത്വം നൽകിയ ഈ കലാസമിതിയുടെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം നന്ദിയോടെ സ്മരിക്കുന്നു. മറ്റൊരു കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ഇപ്പം അഭിലാഷ് ഇവിടെ ഉണ്ട്, നമ്മുടെ വില്ലേജ് ഓഫീസർ ജയേഷ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാടിന് അവരുടെ ജോലിയൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നൊരു സേവനമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇരിങ്ങൽ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസിൽ നിന്നൊരു വ്യത്യാസം എന്തായാലും ഫീൽ ചെയ്യും. അത് നമ്മുടെ നാട്ടിലായതുകൊണ്ടല്ല, അഭിലാഷ് വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെ ആളുകൾ, നിങ്ങളുടെ നാട്ടുകാരനൊരു പഴിയൂർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരനൊരു വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ എന്ന് പല സമയത്തും നമ്മുടെ പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ചില പദവികൾ നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന, നമുക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് അത്തരം പദവിയിൽ എത്തുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അല്ലാത്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സാധാരണ രീതിയിൽ കാണാനുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്,
ഇപ്പം ഞാൻ കോടതിയിലായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സഹായം ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾ ഒരു അടുത്ത മാസം ശിക്ഷിക്കപ്പെടുന്ന പറഞ്ഞ ആളെ വേണമെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് ഈ 2-3 ദിവസം മുന്നേ ശിക്ഷിച്ച് കൈത്തരാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്ന് സ്പീഡാക്കിയിട്ട് അങ്ങനെയല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അതേസമയം അഭിലാഷിനെ പോലത്തെ ആളുകൾ, ജയേഷിനെ പോലത്തെ ആൾ, ജയേഷ് ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ അധ്യാപനത്തിൽ. അദ്ദേഹത്തിന് വളരെ നല്ല പദവിയുള്ള കേന്ദ്ര സർക്കാരിൽ വളരെ നല്ല സീനിയർ ഗസ്റ്റഡ് ഓഫീസറായിട്ട് ആണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അത് ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക ലാഭവും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് അദ്ദേഹം വന്ന ഒരാളാണ് നമ്മുടെ ജയേഷ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് നമ്മുടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മളെ പ്രദേശത്ത് ഇപ്പോൾ അത്തരം മേഖലകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ സർക്കാർ ജോലിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം പുതിയ തലമുറയിൽ വളരെ കുറഞ്ഞു പോയെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആദിത്യ ഭാസ്കറിനെ പോലെ ആളുകൾ കഠിന പ്രയത്നം നടത്തുന്നുണ്ട്, അത് കാണാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും കുറേ കൂടി ആളുകൾ ആ മേഖലയിലൊക്കെ വന്നാലാണ് നമ്മുടെ ഇത്തരം ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ